ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പെയിൻ്റൊക്കെ ചെയ്ത ശേഷം നമ്മുടെ ബ്രഷൊക്കെ ഇതുപോലെ വൃത്തിയാക്കാതിരുന്ന ചിലപ്പോൾ നമ്മൾ സമയമൊന്നും കിട്ടാതെ പെട്ടെന്ന് അതവിടെ വെച്ചിട്ട് പോകും. അത് ഡ്രൈ ആയിട്ട് അങ്ങ് പിടിച്ചങ്ങിയിരിക്കുന്നത്. ഇതുപോലെ ബ്ലാക്ക് പെയിൻ്റൊക്കെ ആണെങ്കിൽ മേളിലൊക്കെ പോയി അയ്യോ ഭയങ്കര നോക്കിയേ വേണം, നമ്മുടെ ബ്രഷ് കേടായി നാശം. ബ്രഷ് മേടിച്ച് നമ്മൾ മടുക്കും. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പോംവഴി കണ്ടുപിടിച്ച് ഞാനല്ല കേട്ടോ, വേറെ ആരോ കണ്ടുപിടിച്ചു. അങ്ങനെ എൻ്റെ കൈകളിലെത്തി. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് തോന്നി. അപ്പം നമുക്ക് നോക്കിയാൽ എന്താണ്, ദേ നമ്മുടെ കയ്യിലുള്ള ഈ ഡെറ്റോൾ മാത്രം മതി നമ്മുടെ ബ്രഷ് ശരിയാക്കി എടുക്കാൻ. പുതിയ പോലെ തന്നെയായിരിക്കും എന്ന് ഞാൻ പറയത്തില്ല. പുതിയ പോലെ ഇരുന്നില്ലെങ്കിലും പുതിയതായിട്ട് നമ്മൾ 2 വട്ടം 3 വട്ടം ഉപയോഗിച്ച ശേഷം നമ്മുടെ ബ്രഷൊക്കെ ഇരിക്കുമല്ലോ, അതുപോലെ ഇച്ചിരി ചെറിയ രീതിയിലൊക്കെ കോട്ടമൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ബ്രഷ് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഫസ്റ്റായിട്ട് ഇതുപോലെ ഇത്രയും എന്താ പറയുക, ബ്രഷ് പോയിരിക്കുന്ന ബ്രഷാണെങ്കിൽ നമ്മളൊരു 3-4 തവണ ഇതുപോലെ ഡെറ്റോളിൻ്റെ അകത്ത് വാഷ് ചെയ്യേണ്ടി വരും കേട്ടോ. അതിൻ്റെ അകത്ത് വെള്ളം ചേർക്കുകയൊന്നും ചെയ്യരുത്. നമ്മൾ എന്താ പറയുക, ആ ലിക്വിഡ് ഫോം എങ്ങനെയാണോ അതുപോലെ തന്നെ ചെറിയതായിട്ട്, ഒത്തിരി ഒന്നും വേണ്ട, ഒരു 2 മില്ലി എടുത്ത് ഇതുപോലെ ബ്രഷ് വെച്ച് നന്നായിട്ട് കഴുകി. ഇത് 2ാമത്തെ വട്ടം ഞാൻ കഴുകുന്നത്. ശ്രദ്ധിച്ചാൽ അറിയാം ഇതിൻ്റെ കളറൊക്കെ പതിയെ മാറുന്നുണ്ട്. ഇത് കണ്ടോ, ബ്രഷിൻ്റെ ആദ്യത്തെ കളറല്ല ഇപ്പോൾ ഉള്ളത്. അതുപോലെ ഡെറ്റോളിൻ്റെ അകത്ത് നമ്മൾ കഴുകുമ്പോൾ ബ്രഷിലെ പെയിൻറ്റ് നന്നായിട്ട് ഇളകി പോകുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കേട്ടോ. ഇത് 2ാമത്തെ തവണ കഴുകിയിട്ട് നല്ല കട്ട കളറായിപ്പോയി. ഇനി അടുത്ത 3ാമത്തെ ട്രിപ്പാണ് ഇത് കഴുകുന്നത്. 3ാമത്തെ ട്രിപ്പ് കഴുകി കഴിയുമ്പോഴത്തേനും ഏകദേശം ഒരു കുറച്ച് നേരം നമുക്ക് വേണമെങ്കിൽ ഇട്ട് വെക്കാം. ഇതിൽ അതിന് മുക്കി കുറേ നേരം, ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇട്ട് വെച്ച ശേഷം ആദ്യത്തെ ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ മുക്കി വെച്ച ശേഷം നമ്മളെടുത്ത് കഴുകുവാണെങ്കിൽ കുഴപ്പമില്ല. അതേ 3ാമത്തെ ട്രിപ്പ് ഞാൻ കഴുകാൻ നേരത്തെ ഇതുപോലെ തുണിയുടെ അകത്തേക്ക് ഞാൻ എന്നിട്ട് തൂത്ത് കളയുമ്പോൾ കൃത്യമായിട്ടത് ആ തുണിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ബ്രഷിൽ നിന്ന് ആ പെയിൻറ്റ് ഇളകി, ആ കറ പോലെ ഇരിക്കുന്ന പെയിൻറ്റ് ഇളകി വന്ന് ആ തുണിയിലേക്ക് വന്നിരിക്കുന്നത് കണ്ടോ. ഈ ബ്രഷിൻ്റെ ആണെങ്കിൽ അറ്റത്ത് വൈറ്റ് കളർ ഭയങ്കരമായിട്ട് കട്ട പിടിച്ചിരിക്കുകയായിരുന്നു, ഉണങ്ങി പിടിച്ചിരിക്കുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് നന്നായിട്ട്, ഈ ബ്രഷാണെങ്കിൽ ശരിക്കും ക്ലിയർ ആയി എന്നുള്ളതാണ് കണ്ടോ. എന്നാ നന്നായിട്ടായി കിട്ടിയെന്ന് നോക്കി. ആ കളറ് മേളിൽ ആ കറയൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും പോയി കിട്ടി. ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഉണ്ട്. നമ്മൾ കുറച്ച് നേരം കൂടി ഇത് വെച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ശരിയാവും. ഇത് ഇപ്പോൾ ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ. അങ്ങനെ നമുക്കിപ്പം പോയ ബ്രഷ് എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇതുണ്ടോ, പിന്നെ ഈ ബ്രഷിൻ്റെയൊക്കെ മേൽവശത്തോടെ കുറച്ച് ഒരു എന്താ പറയുക, ഈ നമ്മൾ മേളിലൊക്കെ ചിലപ്പോൾ പെയിൻറ്റ് പിടിക്കുമ്പോൾ മേൽവശം നമ്മൾ ആ പിടിക്കുന്ന വശം ഉണ്ടല്ലോ, ആ വശത്തൊക്കെ പെയിൻറ്റ് ആയിന്ന് വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ബ്രഷ് കാണാൻ ലുക്കില്ലാതെയാവും കണ്ടോ, ഇതുപോലെ വൃത്തികേടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എടുത്ത ഡെറ്റോൾ തന്നെ എടുക്കാം കേട്ടോ. ആ ഡെറ്റോൾ ഇതുപോലെ തുണിയെ മുക്കിയെടുത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ നന്നായിട്ട് ഉരച്ചു കൊടുത്താൽ മതി. ഇത്തിരി എഫർട്ട് എടുക്കേണ്ട കാര്യമില്ല, എങ്കിലും നന്നായിട്ട് ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ ലൈവായിട്ട് കാണിച്ചു തരുവാണെങ്കിൽ ഒരു വേറെന്താ പറയുക, ഒരു പറ്റിപ്പീസ് ഒന്നുമല്ല, വിത്ത് പ്രൂഫായിട്ടാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഒരു ഒറ്റ തുള്ളി ഡെറ്റോൾ കൊണ്ട് നമുക്ക് ഈ ഫുള്ളായിട്ട് ബ്രഷ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് അത് പ്രൂഫായിട്ട് കാണാൻ പറ്റും. ഈ വൈറ്റ് കളർ പതിയെ ഇളകി ഫുള്ളായിട്ട് ആ വൈറ്റ് കളർ നിങ്ങൾക്ക് ഇളകി മാറുന്നതായിട്ട് നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും. ആദ്യമേ ഞാൻ കാണിച്ച ഇതിൻ്റെ വലിയ ബ്രഷ് ഉണ്ടായിരുന്നല്ലോ, ആ ബ്രഷിൻ്റെ പെയിൻറ്റ് വന്നങ്ങ് എന്താ പറയുക, മടങ്ങില്ല, നമുക്കിങ്ങനെ ഒരു വഴക്കമില്ലാത്ത രീതിയിലായിരുന്നു. പക്ഷേ ഡെറ്റോളിൻ്റെ അത് മുക്കി കഴിഞ്ഞപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ കണ്ടതാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ടായിരിക്കണം. നമ്മൾ മേടിച്ച പോലെ തന്നെയാണ് നമുക്കറിയാം. ആ ഒരു തിളക്കം ആ ബ്രഷിൻ്റെ നാരുകൾക്കില്ല എങ്കിൽ പോലും നമുക്ക് മേടിച്ചപ്പോൾ എങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ രീതി തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ബോഡി ഭാഗത്തുള്ള പെയിൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ ഡെറ്റോൾ മാത്രം മതിയാകും. അതിൻ്റെ അത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്ന ഒരൊറ്റ പ്രശ്നമുള്ളൂ കേട്ടോ. ഇത് ഈ നിൽക്കുന്ന ഭാഗം അത് ചളങ്ങിയതാണ്, നിങ്ങൾ പെയിൻ്റാണെന്ന് തെറ്റിദ്ധരിക്കരുത്, അത് ചളങ്ങിയതാണ്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പം നമ്മൾ എന്താ പറയുക, മോഡ് പോഞ്ച് ഉപയോഗിക്കുമല്ലോ, മോഡ് പോഞ്ച് ഉപയോഗിക്കാൻ നേരത്തെ ഇതുപോലെ ബ്രഷ് വെച്ച് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ബ്രഷ് നമ്മൾ വെള്ളത്തിൽ കഴുകുമ്പോഴും ചിലപ്പോൾ വൃത്തിയാകാതിരിക്കും. അങ്ങനെയുള്ളപ്പോഴും നമുക്കിതുപോലെ ഡെറ്റോൾ ഉപയോഗിക്കാം. ഇതിൻ്റെ അകത്ത് കണ്ടല്ലോ, ഇപ്പം ഞാൻ മോഡ് പോഞ്ച് ഉപയോഗിച്ച ബ്രഷാണത്. അത് കഴിഞ്ഞപ്പോൾ അത് ആ പശ മൊത്തം, ആ നമ്മുടെ ഫെവിക്കോൾ മൊത്തം ആ ഡെറ്റോളിൻ്റെ അകത്തേക്ക് ഇളകി പോകുന്നത് അങ്ങനെ കൃത്യമായിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് തുണി എടുത്ത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വിട്ടാൽ മതി. ഇതും അതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ട, വിത്ത് പ്രൂഫാണ്. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എത്ര പെയിൻറ്റ് വൃത്തികേടായിരിക്കുന്ന ബ്രഷായാലും നമുക്ക് ഇതുപോലെ കുളിച്ച് കുട്ടപ്പനായിട്ട് എടുക്കാൻ പറ്റും. അതിൻ്റെ ആ നാല് പോലത്തെ ഇത് തുടങ്ങുന്നതിൻ്റെ അവിടെ മാത്രം ഒരു ചെറിയൊരു ഗ്രീനിഷ് കളർ കാണാൻ പറ്റും. അത് മാത്രമാണ് നമുക്കങ്ങ് ക്ലിയർ ആയിട്ട് മാറാത്തേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ഇപ്പം തന്നെ ബ്രഷെല്ലാം നല്ല ക്ലിയർ ആയിട്ടാണ് കിട്ടിയേക്കണേ.
അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷനും തിരഞ്ഞെടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തത്തുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.